അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ഇൻസൈറ്റിലൂടെ നമ്മളൊരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇസ്ലാം ഒരു വില്ലൻ വേഷത്തിൽ, ഒരു പ്രതിയുടെ സ്ഥാനത്ത് ആയിപ്പോകുന്നു? എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, പക്ഷേ മുസ്ലിങ്ങളിൽ തീവ്രവാദികളുണ്ട് എന്നൊക്കെയുള്ള ചില വാചകങ്ങൾ പൊളിറ്റിക്കൽ ബാലൻസിങ്ങിന് വേണ്ടി, രാഷ്ട്രീയ പാർട്ടികളുടെ ബാലൻസിങ് രാഷ്ട്രീയത്തിന് വേണ്ടിയൊക്കെ പലപ്പോഴും പലരും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ എങ്ങനെ ഇങ്ങനത്തെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തപ്പെടുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ആണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. അതിലൊന്ന് തികച്ചും നുണയും അതുപോലെ തന്നെ അർദ്ധസത്യവും സത്യവും കൂട്ടിക്കുഴമ്പിയുള്ള ഒരു കുഴമ്പ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ ശ്രമിച്ചത്. രണ്ടാമത്തെ ഒരു എപ്പിസോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ 3-4 കാരണങ്ങളെ ഒന്നിച്ചു പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. അതിലൊന്ന്, ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് എന്തൊക്കെ തിന്മ നടന്നോ ആ തിന്മകളെ 100% ഇസ്ലാമുമായി കണക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ, ഒരു മുസ്ലിം വ്യക്തിയിൽ, ഒരു മുസ്ലിം ഗോത്രത്തിൽ ഒക്കെ ഉള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ മുഴുവൻ 100% ലോകത്തെ മൊത്തം മുസ്ലിങ്ങളുടെ പേരിൽ വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഖുർആനിനും പ്രവാചകനും നൽകുക എന്നുള്ളൊരു രീതി ഇസ്ലാം വിമർശകർ പൊതുവെ ലോകത്ത് കുറേ വർഷങ്ങളായി സ്വീകരിച്ചു വരുന്നുണ്ട്. ഇത് എൻ്റെ ഒരു കേവല അവകാശവാദമല്ല, മറിച്ച് ഡച്ച് പാർലമെൻറ്റേറിയനായിരുന്ന PVV പാർട്ടിയുടെ പൊളിറ്റീഷ്യനായിരുന്ന ജോറോം വാൻ ക്ലാവറാൻ, അദ്ദേഹം വളരെ ശക്തനായ ഇസ്ലാം വിമർശകനായിരുന്നു. നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ RSSൻ്റെ ആക്രമണ സ്വഭാവം ഒഴിച്ചുള്ള ബാക്കിയെല്ലാം 100% പാലിച്ചിരുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറകും കൊള്ളിയെടുത്തിട്ട് അഖ്ലാഖിനെ തല്ലിക്കൊന്നതുപോലത്തെ രീതി അവർ സ്വീകരിക്കാറില്ല. ബാക്കി എല്ലാ തീവ്രതയും പുലർത്തുന്ന ഡച്ച് പാർലമെൻറ്റിലേക്ക് ഇസ്ലാം നിരോധിക്കാനുള്ള നിയമനിർമ്മാണങ്ങൾക്ക് വേണ്ടി ആളുകളെ മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ ശ്രമിച്ച ഒരു പാർട്ടിയുടെ ലീഡറായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾക്ക് ഇസ്ലാമിക പണ്ഡിതന്മാർ, സ്കോളേഴ്സ്, ലോകത്തെമ്പാടുമുള്ള ആളുകൾ നൽകിയ മറുപടിക്കു മുന്നിൽ അദ്ദേഹത്തിന് ഉത്തരമുട്ടിപ്പോയി. അപ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? തൻ്റെ വിമർശനത്തിൻ്റെ വഴി അവസാനിപ്പിച്ചത് മാത്രമല്ല, ഇസ്ലാം ദൈവികമാണെന്ന് ബോധ്യപ്പെട്ട് അദ്ദേഹം ഇങ്ങോട്ട് കയറി വരുന്നത്, ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത്. മീഡിയക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു, ഇറ്റ് വാസ് സിംപ്ലി റോങ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം വിമർശനവും ഇസ്ലാമിനോടുള്ള വിരോധവും എൻ്റെ ഒരു അങ്ങേയറ്റത്തെ തെറ്റായിരുന്നു എനിക്ക് പറ്റിപ്പോയ. അപ്പം അദ്ദേഹം പറയാണ്, ഞങ്ങളൊക്കെ ചെയ്യുന്നൊരു രീതി എന്ന് പറയുന്നത്, എവറിത്തിങ് ദാറ്റ് വാസ് റോങ് ഹാഡ് ടു ലിങ്ക് ഇറ്റ് ടു ഇസ്ലാം ഇൻ വൺ വേ ഓർ അനദർ. ലോകത്ത് എന്തെല്ലാം വേണ്ടാത്തതുണ്ടോ, എന്തെല്ലാം അരുതായ്മകളുണ്ടോ, അതിനെ ഒരു വഴിയിലൂടെ അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ ഇസ്ലാമുമായി കണക്ട് ചെയ്യുക എന്നുള്ളത് ഞങ്ങൾ സ്വീകരിച്ചു പോരുന്നൊരു രീതിയാണെന്നാണ്. അതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കളമശ്ശേരിയിൽ ഒരു ഭീകരാക്രമണമുണ്ടായി. കേരളം കണ്ട കേരളത്തിൻ്റെ ചരിത്രത്തിലെ കേരളപ്പിറവിക്ക് ശേഷമുള്ള കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ ഭീകരാക്രമണം, ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ട സ്ഫോടനമായിരുന്നു. അതിൻ്റെ ആദ്യഘട്ടത്തിൽ അതിൻ്റെ പേര് ഭീകരാക്രമണമായിരുന്നു. അതിൻ്റെ ഭീകരാക്രമണത്തിൻ്റെ ഇൻ്റർനാഷണൽ ബന്ധങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. മുൾമുനയിൽ നിന്ന് മണിക്കൂറുകൾ അവസാനിച്ചപ്പോൾ, പ്രതി സ്വയം കുറ്റസമ്മതം നടത്തിയപ്പോൾ, ഒരു വലിയ വീർപ്പിച്ച ബലൂൺ പെട്ടെന്ന് അങ്ങോട്ട് ചുങ്ങി ഇല്ലാതാകുന്നത് പോലെ, പിന്നെ അതിൻ്റെ വാർത്തകളിലൊക്കെ ഭീകരാക്രമണം എന്നല്ല നമ്മൾ കണ്ടത്. നമ്മളെന്താ കണ്ടത്? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഭീകരാക്രമണം എന്നല്ല, പിന്നെ നമ്മളവിടെ കാണുന്നത് പലപ്പോഴും മരണം, സ്ഫോടനം. എന്തോ പൂരപ്പറമ്പിൽ ആരോ ബാക്കിയിട്ട പടക്കം ചവിട്ടിയിട്ട് 4-5 ആൾ മരിച്ച ലാഘവത്തോടു കൂടിയാണ് വിഷയത്തെ കൈകാര്യം ചെയ്തത്. അപ്പം ഇങ്ങനത്തെ ഒരു രീതി ഇവിടെ സ്വീകരിക്കപ്പെടുന്നുണ്ട്. അപ്പം എല്ലാ തിന്മകളെയും, ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലുമുള്ള എല്ലാ തിന്മകളെയും, മുസ്ലിങ്ങളിൽ തന്നെ വിദ്യാസമ്പന്നരല്ലാത്ത അങ്ങനെയൊക്കെയുള്ള വളരെ ഗോത്രവർഗങ്ങൾക്കിടയിലെ ഷിയാ വിശ്വാസികൾക്കിടയിലൊക്കെയുള്ള ദുഷിച്ച ആചാരങ്ങൾ, ഇതൊക്കെ മൊത്തത്തിൽ ഇസ്ലാമിൻ്റെ പേരിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ചാർത്തി കൊടുത്തിട്ടൊരു പ്രാകൃതമായ ഒരു വെറുക്കപ്പെടേണ്ട സാധനമായിട്ട് ചിത്രീകരിക്കുക. ഒന്നതാണ്. രണ്ടാമത്തത്, മുസ്ലിം പേരുണ്ടെങ്കിൽ അതിന് വലിയ പ്രചാരണം കൊടുക്കുക. ഇപ്പോൾ കളമശ്ശേരിയിൽ
ആ സാധ്യത പരിശോധിക്കപ്പെട്ടു. പേര് മുസ്ലിം അല്ല എന്ന് വന്നപ്പോൾ പെട്ടെന്ന് ആ ഫയലൊക്കെ പിൻവലിച്ചു. എന്നാൽ നിങ്ങൾ നോക്ക്, നമ്മുടെ കോഴിക്കോട് ട്രെയിൻ അപകടം ഉണ്ടായപ്പോൾ, ട്രെയിൻ അറ്റാക്ക് ഉണ്ടായപ്പോൾ അതിലേതോ ഒരു വ്യക്തിയെ കിട്ടി, ഒരു മുസ്ലിം പേരുള്ള ഏതോ ഒരു ചങ്ങാതിയെ കിട്ടി, എലത്തൂരിലെ ട്രെയിൻ അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അവിടെ ആ വ്യക്തി എടുത്തത് മാത്രമല്ല, ഷാഹിൻ ബാഗിലേക്ക് വരെ അതിൻ്റെ അന്വേഷണം പോയി. പ്രതിയെയും കൊണ്ട് അവിടെ പോയി. പല 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 പെട്ടെന്ന് ആളുകൾ രംഗത്ത് വന്നു. എന്താ, അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങാതി രംഗത്ത് വന്നു. BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ രംഗത്ത് വന്നു. മീഡിയകളൊക്കെ അദ്ദേഹത്തിന് മുമ്പിൽ മൈക്ക് നീട്ടിക്കൊടുത്തു. ഇവിടെയൊക്കെ സംഭവിക്കണം എന്താ, വലിയ നിലക്ക് ഈ വാർത്ത അതിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ അതിനൊരു മുസ്ലിം പരിസരം സൃഷ്ടിച്ച് മുസ്ലിങ്ങളെ മൊത്തത്തിൽ പ്രതികളാക്കി. ഇവിടെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കൊണ്ടോ 1.5 നൂറ്റാണ്ട് കൊണ്ടോ പടുത്തിട്ടൊരു സംഭവമുണ്ട്. ജിഹാദ് എന്ന അപകടകരമായ ഒരു നിലപാട് മുസ്ലിങ്ങൾക്കുണ്ട്. അയൽപ്പക്കത്തുള്ളവനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന ഒരു നയമുണ്ട്. അതിങ്ങനെ നിരന്തരം നടക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും നമ്മുടെ അടുത്തും അതെപ്പോൾ വേണമെങ്കിലും വരും. അതുകൊണ്ട് ഹിന്ദു ഉണരണം, ബി കെയർഫുൾ എന്നുള്ളൊരു വല്ലാത്തൊരു ക്യാമ്പയിൻ ഇവിടെ വലിയ രീതിയിൽ വർക്കൗട്ട് ആകുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് രണ്ടാമത്തൊരു സ്വഭാവം അതാണ്. മുസ്ലിം പേരുണ്ടെങ്കിൽ ഭയങ്കര ഹൈപ്പ് കിട്ടും, ഇല്ലെങ്കിലോ ഉണ്ടാകില്ല. ഇപ്പോൾ നിങ്ങൾ നോക്ക്, DRDO ശാസ്ത്രജ്ഞൻ, അയാൾ പ്രദീപ് കുൽക്കർണി, അയാൾ പാകിസ്ഥാന് ഇന്ത്യയുടെ സൈനിക രഹസ്യങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യയുടെ ആയുധവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ ചോർത്തി കൊടുത്തു എന്നുള്ള വാർത്ത, അതിന് എത്ര മണിക്കൂറിൻ്റെ ആയുസ് കിട്ടി? അതുപോലെ മുഹമ്മദോ മുസ്തഫയോ ഇല്യാസോ അബ്ദുള്ളയൊക്കെ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ചെറിയ സാധ്യതയെപ്പോലെ ഉപയോഗിക്കും. എന്നാൽ ആ ആൾ പ്രദീപ് കുൽക്കർണി ആയതുകൊണ്ട്, പ്രദീപ് കുൽക്കർണിയെ അത് അതിൻ്റെ ആ ഹെഡിങ്ങുകൾ കണ്ടാൽ നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ ഫസ്റ്റ് പേജിൽ വൻ ഹെഡിങ്ങുകളായിട്ടാണ് വരിക. അതിൻ്റെ പത്രസമ്മേളനവും ഫോളോ അപ്പും പിന്നെ പ്രതിയെയും കൊണ്ടുള്ള നടത്തങ്ങളും പ്രതിയെയും കൊണ്ടുള്ള ഒരുപാട് പരിപാടികളും പ്രതിയുടെ മുഖം മറച്ചിട്ടും മറക്കാതെയും പല ആംഗിളിൽ നിന്ന് എല്ലാ ഒരു 4 ദിവസം 5 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ റിമൈൻഡറിന് വേണ്ടിയിട്ട് അതിങ്ങനെ തളപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ നേരെ തിരിച്ച് പുൽവാമയുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങൾ നോക്ക്. പുൽവാമ ഒരു വലിയ വെളിപ്പെടുത്തലുണ്ടായി. അവിടുത്തെ ഗവർണർ കൂടിയായിരുന്ന വ്യക്തി വലിയൊരു വെളിപ്പെടുത്തൽ നടത്തി. പ്രധാനമന്ത്രിയുമായി സംസാരിച്ച വിഷയമൊക്കെ പറഞ്ഞു. പക്ഷേ അതിവിടെ എത്രത്തോളം ആഘോഷിക്കപ്പെട്ടു, എത്രത്തോളം ഒരു ഹോട്ട് അജണ്ടയായിട്ട് എടുക്കപ്പെട്ടു. അപ്പോൾ സത്യത്തിൽ മുസ്ലിം പേരിന് ഭയങ്കര ഒരു മാർക്കറ്റിംഗ് വാല്യൂ ഉണ്ട്. ഇസ്ലാമോഫോബിയ നിർമ്മിക്കുന്ന ഫാക്ടറികളിൽ അത് മനോഹരമായി നിർമ്മിക്കുന്നു. ഹെയ്റ്റ് ഓൺ ഇസ്ലാം, ഇസ്ലാമിനെതിരെയുള്ള വെറുപ്പുകൾ നിർമ്മിക്കുന്നിടത്ത് അത് ശക്തമായി ഉപയോഗിക്കപ്പെടുന്നു. അപ്പോൾ എന്ത് ചെയ്യും, എല്ലാ ദിവസവും ഇങ്ങനത്തെ സാധ്യതകൾ ഇങ്ങനെ നോക്കുമ്പോൾ ആളുകളെ ആ മനസ്സിലിങ്ങനെ ഉണ്ടാക്കിയിട്ട് ആ സംഭവം ഇങ്ങനെ തിളപ്പിച്ച് നിർത്താം. അപ്പോൾ ഇസ്ലാം പ്രതിയാണ്, വില്ലനാണെന്നുള്ളൊരു തോന്നൽ സ്വാഭാവികമായും സൃഷ്ടിക്കപ്പെടും. ഇനി മൂന്നാമത്തെ ഒരു മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ പ്രപഗണ്ഡകൾക്ക് പറ്റിയ സ്റ്റോറികൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ? അപ്പോൾ ഇസ്ലാം അപകടമാണ്, ശ്രദ്ധിക്കണം. ഇസ്ലാം ഈസ് ദ ഡിസീസ് ഓഫ് വേൾഡ്. ലോകത്തിൻ്റെ ഒരു രോഗമാണ് ഇസ്ലാം. ഇസ്ലാം ഇവിടെ നിലനിൽക്കേണ്ടതല്ല എന്നുള്ളൊരു വേൾഡ് ക്യാമ്പയിൻ, ഇൻ്റർനാഷണൽ ക്യാമ്പയിൻ ഉണ്ട്. ആ ക്യാമ്പയിൻ നിലനിൽക്കുമ്പോഴാണ് പല രാജ്യങ്ങളെയും അവരുടെ ഹോംലാൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന, മാതൃരാജ്യത്തിൻ്റെ സുരക്ഷ എന്ന് പറയുന്ന വല്ലാത്തൊരു ബേജാറ് അവരുടെ തലയിൽ ഇങ്ങനെ കത്തിച്ച് നിർത്താൻ പറ്റുക. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇസ്ലാമിക് ജിഹാദിൻ്റെ ഒരുപാട് വെല്ലുവിളികളുണ്ട്. ബോംബിങ് നടക്കും, മറ്റ് വിഷയങ്ങൾ നടക്കും. ഇത് വളരെ സ്ലീപ്പർ സെല്ലുകളാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ധരിപ്പിച്ച് നിർത്തുമ്പോൾ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറേ ആയുധങ്ങൾ വാങ്ങേണ്ടി വരും. അത്തരം ആയുധങ്ങൾ നിർമ്മിക്കുന്നത് ആരാണ്? അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ഒരു സ്റ്റോറി അതിന് തുടർച്ച കിട്ടാൻ നോർമലി സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവർ ചിലത് ക്രിയേറ്റ് ചെയ്യും. അതിൽപ്പെട്ടതാണ് ഒന്ന്, നീസിലെ ഒരു ട്രക്ക് ആക്രമണം. എന്താണ് സംഭവം? ഒരു കടപ്പുറത്ത് വിവസ്ത്രരായും വസ്ത്രത്തോടെയൊക്കെ നിൽക്കുന്ന, വൈകുന്നേരം വിശ്രമിക്കുന്ന ആളുകളെ ഇതൊന്നും ശരിയല്ല എന്നും ഇതൊക്കെ ഇസ്ലാം വിരുദ്ധാണെന്നും ഇത് ഹറാമാണെന്നും പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ ഒരു ട്രക്കിൽ വന്നിട്ട് തുരുതുരാ വെടിവെച്ച് കൊല്ലുന്നു.
വെടിവെച്ച് കൊല്ലുന്നു. ഈ വെടിവെച്ച് കൊന്നതാരാ? മുഹമ്മദ് ബഹ്ലൂലാണ്. മുഹമ്മദ് ബഹ്ലൂൽ. അതോടുകൂടെ അത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഒരു സ്പോൺസേഡ് പരിപാടിയായി, ഖുർആൻ പറഞ്ഞ ജിഹാദായി, ഭീകരവാദമായി. ഒരാൾക്കും ഒരിടത്തും ഒന്ന് ആസ്വദിക്കാനോ സെലിബ്രേറ്റ് ചെയ്യാനോ സമാധാനത്തോടെ ഇരിക്കാനോ പറ്റൂല. ഇവരുടെ ഈ ഹറാമും ഹലാലും അങ്ങനത്തെ നിയമങ്ങളൊക്കെ ഇവിടെ വലിയ സാമൂഹിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്ന് പറയുന്നൊരു ക്യാമ്പയിനിൻ്റെ തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് പിന്നീട്. എന്നാൽ നമ്മൾ ഇപ്പോൾ ഈ മുഹമ്മദ് ബഹ്ലൂൽ, അയാൾ ആരാണ്? അയാളുടെ ഫോട്ടോ പുറത്തു വരുമല്ലോ. ഫോട്ടോ പുറത്തു വരുമ്പോൾ ആ വ്യക്തിയുള്ള രാജ്യം, ആ വ്യക്തിയുള്ള സ്റ്റേറ്റ്, ആ വ്യക്തിയുള്ള ജില്ല, ആ വ്യക്തിയുള്ള മുനിസിപ്പാലിറ്റി, ആ വ്യക്തിയുള്ള വാർഡ്, അങ്ങനെ ചെല്ലുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ കിട്ടും. ലോകത്ത് അങ്ങനത്തെ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഇയാൾ ആരാണ്? ഇയാൾ പന്നിമാംസം കഴിക്കുന്ന, മദ്യപിക്കുന്ന, ഭാര്യയെ നിരന്തരം തല്ലുന്ന ഒരാളായിരുന്നു. ഇസ്ലാമിൽ സ്വർഗം സ്വപ്നം കണ്ട് രക്തസാക്ഷിത്വത്തിന് പോകുന്നൊരു വ്യക്തി ഇങ്ങനത്തെ ഒരാളാകൂല. അപ്പോൾ ഇസ്ലാമിൽ ഒരാൾ പേരുകൊണ്ട് മാത്രം മുസ്ലിം ആകുന്നില്ല. നിങ്ങൾ നോക്ക്, അബ്ദുൽ മുത്തലിബ്, അബൂ ത്വാലിബ്, ഇതൊക്കെ നല്ല പേരുകളാണ്. പക്ഷേ അബൂ ത്വാലിബ് നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചു. ഇപ്പം പേരെന്ത് എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഇസ്ലാമിനു വേണ്ടി അടർക്കളത്തിൽ പോരാടിയ ജിഹാദ് നടത്തിയ വ്യക്തി, അയാൾ എന്തായാലും സ്വർഗത്തിലായിരിക്കും. ആത്മാർത്ഥമായി അധ്വാനിക്കുന്നത് കണ്ടപ്പോൾ സ്വഹാബത്ത് അയാൾ എന്തായാലും സ്വർഗത്തിലായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു അയാൾ നരകത്തിലാണ്. കാരണം അയാൾ അവസാന ആ യുദ്ധത്തിലേറ്റ മുറിവ് കാരണം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു വ്യക്തി പേരുകൊണ്ടോ കുടുംബം കൊണ്ടോ ഒന്നും മുസ്ലിം ആകുന്നില്ല. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം, കോൺസ്പിറൻസി എന്ന് പറയും, ഗൂഢാലോചന തിയറികളുണ്ട്. ഇതൊക്കെ കൊട്ടേഷനുകളാണ്. നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ തരാം, നിങ്ങൾക്ക് ഈ വാനിൽ നിന്ന് എക്സിറ്റ് വരാനുള്ള, രക്ഷപ്പെടാനുള്ള എക്സിറ്റ് ഡോറുകൾ ഉണ്ടാകും, നിങ്ങൾക്ക് അതിലെ പുറത്തേക്ക് ചാടാം, നിങ്ങൾ സേഫാണെന്നൊക്കെ പറഞ്ഞ ആളുകളെ പിരികയറ്റി, ചിലപ്പോഴൊക്കെ മാനസിക വൈകല്യങ്ങളുള്ളവർ ഉപയോഗിച്ച് ഒക്കെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നടക്കുന്നു എന്നത് വ്യത്യസ്തമായ സ്റ്റഡീസ് ലോകത്ത് വന്നിട്ടുണ്ട്. വ്യത്യസ്തമായ ആളുകൾ ഇത്തരം കോൺസ്പിറൻസികളെക്കുറിച്ച്, ഗൂഢാലോചനകളെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന കഥകളാണ്. ഇനി ഓർലാൻഡോ സ്വവർഗ ക്ലബിൽ വെടിയുതിർത്തു. ആരാണ്? ഉമർ മത്തീൻ. പേരിൽ ഉമർ ഉണ്ട് അല്ലേ? ഉമർ മത്തീൻ ഇത്തരമൊരു കാര്യം ചെയ്തു. എന്നാൽ ഗാർഡിയൻ പത്രം തന്നെ ഇയാൾ മതനിഷേധിയാണെന്നത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അയാൾ എന്തുകൊണ്ട് വെടിയുതിർത്തു എന്നുള്ള ചോദ്യത്തിനൊരു ഉത്തരമുണ്ട്. അയാളുടെ സ്വവർഗാനുരാഗ പാർട്ട്ണർ, പുരുഷൻ, അയാൾ ചെല്ലുമ്പോൾ വേറെ ആളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. സ്വഭാവമായിട്ട് അതിൽ ചൂട് കയറിയിട്ടാണ്. അയാൾ യൂസ് ചെയ്യുന്ന പീസ് വേറെ ആൾ യൂസ് ചെയ്യുന്നതിലുള്ള വികാരം കൊണ്ടാണ് അയാൾ വെടിവെച്ചത്. അതും ഇസ്ലാമിൻ്റെ പേരിലേക്ക് ചാർത്തുക. അപ്പോൾ ഇത് വാർത്തയാകുമ്പോൾ അന്തർദേശീയ തലത്തിൽ സ്വവർഗാനുരാഗികൾക്കെതിരെ ഒരു മുസ്ലിം, സ്വവർഗാനുരാഗം ഇസ്ലാമിൽ തെറ്റായതുകൊണ്ട്, ഹറാമായതുകൊണ്ട് അത് ചെയ്യുന്ന വ്യക്തിയെ പോയി കൊന്നു എന്നൊരു തലത്തിലേക്കാണ് എന്ത് ചെയ്യുക, കാര്യങ്ങളെത്തുക. പാരീസിലെ പത്രാഫീസ് ആക്രമണത്തിൻ്റെ സംഭവം, പാരീസിൽ പ്രവാചകനെതിരെ കാർട്ടൂൺ വരച്ച പത്രോഫീസിൽ കയറിയിട്ട് വലിയ വെടിയുതിർത്തു. ഇത് ഒരേ വീട്ടിൽ നിന്നുള്ള 2 ചെറുപ്പക്കാരാണ്, ബ്രദേഴ്സാണ്. ഇവരിങ്ങോട്ട് വരുന്നതിൻ്റെ മുമ്പ് അവിടെ അവരുടെ ബാറ് കച്ചവടം നടത്തിയിട്ടാണ് വരുന്നത്. ബാറ് കച്ചവടക്കാരൻ എന്ത് ജിഹാദാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളാണ്. അതുകൊണ്ട് ഇസ്ലാം എന്തുകൊണ്ട് പ്രതിയായി ചിത്രീകരിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.